നമ്മുടെ നാടിൻ്റെ പേരിൽ ഒരു ചരിത്രമെഴുതിയ സഖാവ് കേളപ്പനെ അനുസ്മരിക്കാനാണ്. കേളപ്പേട്ടൻ നമുക്ക് അന്യനല്ല. അദ്ദേഹം ചെയ്ത ഓരോ സത്പ്രവൃത്തികളുടെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിന്തമംഗലം. കേളപ്പേട്ടൻ്റെ 23ാമത് അനുസ്മരണ യോഗത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, കാലാനുഗതമായി പാർട്ടി സമൂഹത്തെ പണ്ട് പഠിക്കുന്ന സമയത്ത് കുരുത്തക്കേട് കാണിച്ചതിന് ക്ലാസ്സിൽ നിന്ന് മറ്റും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ പാർട്ടിയിൽ നിന്ന് ഇത് ആദ്യമായിട്ട്. എനിക്കാണ് 2 ഇൻക്ലാബ് വിളിക്കായിട്ട് ഒരു സുഖമില്ല. പോട്ടെ. കമ്മ്യൂണിസ്റ്റ് ആശയത്തിലും കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിലും പലർക്കും ചില ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കൂടി വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ പാർട്ടി 25 പൊറോട്ടയെ കുറിച്ച് മീൻചാരം എടുത്തോളൂ. അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. ഓരോ കമ്മ്യൂണിസ്റ്റ് ഓർമ്മ വെച്ച കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി ഊണും ഉറക്കമില്ലാണ്ട് പ്രവർത്തിച്ച പുള്ളറാ. ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു പാർട്ടിക്കാർ പുറത്താക്കിയേ? നിങ്ങളെ കാര്യം ഓർക്കുമ്പോൾ ഈ ചന്ദ്രേട്ടന് ഭയങ്കര വിഷമമുണ്ടടാ. മക്കളെ, ഇങ്ങക്ക് വർക്ക് ചെയ്യാൻ വേറെ പാർട്ടിയിലാന്നുള്ള ചിന്ത വേണ്ട. ഈ ചന്ദ്രേട്ടനുണ്ട്, ചന്ദ്രേട്ടൻ്റെ പാർട്ടി ഉണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നു? കൊടുക്കട സോമാ നമ്മളെ മെമ്പർഷിപ്പ് എപ്പോ കൊടുത്തെന്ന് വെച്ചാ പോരെ. റെഡിയായി. നമ്മളെ പാർട്ടിയിൽ നിന്ന് പിന്നെ ആരെയും പുറത്താക്കും. അപ്പൊ നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾ എഴുതിക്കോളി. ശരിക്കും നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ. കുറേ നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെ ഞങ്ങൾ പാർട്ടി സഖാക്കളായത്. അല്ലാതെ റോട്ടിൽ കൂടെ പോണവരേക്ക് വിളിച്ച് സ്മോളും ബിരിയാണിയും കൊടുത്തിട്ടല്ല ഞങ്ങളെ പാർട്ടിയിൽ ആളെ കൂട്ടല്. എന്താ ശരി, കുറച്ച് തിരക്കുണ്ടേ, നിരാഹാര സമരത്തിന് പോവാം. ഇന്ന് ഏത് സിനിമാടന്റെ വീട്ടിലാ നിരാഹാരം? അവിടെ സമരം ചെയ്യാ, സെൽഫി എടുക്കാം. പ്രാദേശികമായി ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട്. അതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അത്തരം പ്രവണതകളെ ശക്തമായി നേരിട്ട ധീര വിപ്ലവകാരിയായിരുന്നു സഖാവ് കേളപ്പേട്ടൻ. ചൊറിഞ്ഞിട്ട് വയ്യല്ലോ. നിനക്കെന്താണ് എന്നെ പറ്റി പറഞ്ഞിട്ട് ഒരു ഉഷാറില്ലാത്ത? അങ്ങോട്ട് നോക്ക്, കേക്ക്. ഞാൻ തന്നെ കോരിത്തരിച്ച് ഇതാ നോക്ക്, രോമങ്ങനെ പൊന്തി വരുന്നത്. ഏത് തെണ്ടിയാണ് ഈ കട്ടൻ ചായ പാർട്ടിന്റെ ഔദ്യോഗിക പാനിയാക്കിയത്? നടക്ക്.
ദിനേശ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓ വേണ്ട, അമ്മ അവിടെ കാത്തിരിക്കണ്ടാവും. ബാ മോനെ കേറി, കുറച്ച് കഞ്ഞി എടുക്ക. വേണ്ടമ്മ, പിന്നെ പോവാം. എന്താടാ ഗിരി, നീ എന്നൊന്ന് അങ്ങോട്ട് ആക്കി തരുമോ? ആക്കി തരുമോ?